ജെസ്സി ഫുഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ. എന്നത്തെയും പോലെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തന്നെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. കുറേ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴമാണ്. സാധാരണ പുട്ടും പഴം തന്നെയാണ് അധിക ദിവസം ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പുട്ടും പഴമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ള പായസം കൂടെ റെഡിയാക്കുന്നത്. ഇന്ന് പിന്നെ പായസം മാത്രം റെഡിയാക്കാനേ ഉള്ളൂ. പിന്നെ പെരുന്നാളിന് എല്ലാവരും കൂടെ ഒരുമിച്ച് മുത്താപ്പൻ്റെ വീട്ടിലാണ് കൂടുന്നത്. അപ്പോൾ എല്ലാവരും പായസം മാത്രം ഉണ്ടാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് പോകട്ടെ ചെയ്യാം, നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. അങ്ങനെ ഞാൻ പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പാലും പരിപ്പ് വറുത്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെറുപയർ പരിപ്പൊക്കെ വറുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പാല് തിളപ്പിക്കാനും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് പാല് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെറുപയറിൻ്റെ പരിപ്പ് ഇതിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഇതിലേക്ക് ഞാൻ പാൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ പായസം റെഡിയാക്കുകയും ചെയ്യും. മക്കളും ഹസ്ബൻഡും എല്ലാവരും കൂടെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. അങ്ങനെ അവരൊക്കെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുട്ടികളൊക്കെ പള്ളിയിൽ പോയി വന്നതിന് ശേഷം പിന്നെ പായസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ വന്ന് കുടിക്കാൻ കേട്ടോ. പിന്നെ അവർ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാക്കാൻ്റെ വീട്ടിലേക്കും കാക്കാൻ്റെ മക്കളുടെ വീട്ടിലേക്കൊക്കെ പോവാണ്. ഇത് കാക്കാൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ, റിഷു എന്നാണ് എൻ്റെ പേര്. പിന്നെ എല്ലാവരുടെ വീട്ടിലും പോയിട്ട് പിന്നെ പായസം, ചിലയിടത്ത് പായസം ഫ്രൂട്ട് സലാഡും പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഇനി തിരിച്ചു വരുള്ളൂ കേട്ടോ. ഇതിനൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മുത്താപ്പൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. നമ്മളെ ആപ്പാൻ്റെ വരിത്താണ്. എന്താ സാധനം? പൈനാപ്പിൾ പുഡിങ്. പൈനാപ്പിൾ പുഡിങ് എങ്ങനെയുണ്ട്? റിവ്യൂ വരെ രസമുണ്ടോ? സാധനം എങ്ങനെയുണ്ട്? അങ്ങനെ പിന്നെ ഞാനും കാക്കാൻ്റെ വീട്ടിലേക്കൊക്കെ പോയി. പിന്നെ അവിടുന്ന് എല്ലാവരും കൂടെ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. പെരുന്നാളായ പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അങ്ങനെ സ്റ്റാറ്റസ് വെക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ആയിരിക്കുമല്ലോ. അങ്ങനെ ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ തിരിച്ചു വന്നതാണ് കേട്ടോ. അപ്പോൾ കാക്കാൻ്റെ മക്കളും എല്ലാവരും നമ്മളെ വീട്ടിലേക്കും വന്നിട്ടുണ്ട്. ഇനി പിന്നെ അവർക്ക് എല്ലാവർക്കും പായസം കൂടെ കൊടുക്കണം. പിന്നെ നമ്മൾ പായസം കൂടെ കുടിച്ചിട്ട് പിന്നെ ചോറിന് നമ്മൾ മുത്താപ്പാൻ്റെ വീട്ടിലേക്കാണല്ലോ പോണത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മുത്താപ്പാൻ്റെ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ ചോറ് വിളമ്പൽ ഒക്കെ തിരക്കിലാണ് കേട്ടോ എല്ലാവരും. പിന്നെ ചോറൊക്കെ എല്ലാവർക്കും ഒന്നിച്ചിട്ട് തന്നെ കഴിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഓരോരുത്തരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് മാംഗോ ജ്യൂസ് ആയിരുന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ചിക്കൻ ബിരിയാണിയും കുട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പിന്നെ ഇളനീർ പായസമായിരുന്നു അന്നത്തെ റെസിപ്പി. ഇതാണ് നമ്മളെ ഈ വീട്ടിലത്തെ താത്ത വയലറ്റ് ചുരിദാറിട്ട്.
അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡെസേർട്ടിനായിട്ട് പൈനാപ്പിൾ പുഡിംഗ് ആയിരുന്നു കേട്ടോ. അത് നമ്മൾ താത്താനെ ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റുള്ള പുഡിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പുഡിങ്. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത പരിപാടി ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുള്ള വീഡിയോസും ഫോട്ടോസും കിട്ടണമെങ്കിൽ പെരുന്നാളൊക്കെ വരണം. ആ സമയത്തല്ലേ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടണുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ഫോട്ടോസ് എടുക്കാനുള്ള റെഡി ആവുമല്ലാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വലിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൽ പെരുന്നാളിൻ്റെ അന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക.